ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഡബിൾ ക്രോഷയാണ്. ഓക്കെ, അപ്പം ആദ്യം ഡബിൾ ക്രോഷയ്ക്ക് വേണ്ടി ഞാൻ കുറച്ച് ചെയിൻ സ്റ്റിച്ചസ്, ഒരു 11 ചെയിൻ സ്റ്റിച്ചസ് ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഡബിൾ ക്രോഷ എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, അപ്പം ഡബിൾ ക്രോഷ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ആദ്യത്തെ ഈ 3 സ്റ്റിച്ചില്ലേ, ആദ്യത്തെ 3 സ്റ്റിച്ച് ഇഗ്നോർ ചെയ്തിട്ട് നമ്മൾ 4th സ്റ്റിച്ചിലാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പം സോ ഡബിൾ ക്രോഷ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഫസ്റ്റ് യാൺ ഓവർ ചെയ്യുക, ദെൻ ഇൻസേർട്ട് ഓൺ ദ 4th വൺ. നമ്മൾ 4ാമത്തെ സ്റ്റിച്ചിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. ഓക്കെ, ദെൻ നമ്മൾ ജസ്റ്റ് ആ സ്റ്റിച്ചിലൂടെ ഒന്ന് പുൾ ഓവർ ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ 3 സ്റ്റിച്ച് കിട്ടും. പിന്നെ നമ്മൾ യാൺ ഓവർ ഫസ്റ്റ് 2 സ്റ്റിച്ചിൽ കൂടെ പുൾ ചെയ്യുക, 1 2. പിന്നെ നമ്മൾ ഒന്നും കൂടെ യാൺ ഓവർ ചെയ്യുക, നെക്സ്റ്റ് 2 സ്റ്റിച്ച് കൂടെ പുൾ ചെയ്യാം, 1 2. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ഡബിൾ ക്രോഷ. അപ്പം ഡബിൾ ക്രോഷ എന്ന് പറയുമ്പോഴത്തേക്കും യാൺ ഓവർ, ഇൻസേർട്ട് ഇൻറ്റു ദ സ്റ്റിച്ച്, ആ സ്റ്റിച്ചിൽ കൂടെ ഒന്ന് പുൾ ചെയ്യുക, ദെൻ യാൺ ഓവർ ഫസ്റ്റ് 2 സ്റ്റിച്ചിൽ കൂടെ എടുക്കുക, വീണ്ടും യാൺ ഓവർ ബാക്കി 2 സ്റ്റിച്ചിൽ കൂടെ പുൾ ചെയ്യുക. സോ നമുക്ക് കാണാൻ പറ്റും, ഇതാണ് ഡബിൾ ക്രോഷ. ഓക്കെ, സോ യാൺ ഓവർ ഇൻസേർട്ട് ചെയ്യുക, പുൾ ത്രൂ, യാൺ ഓവർ, അഗെയിൻ യാൺ ഓവർ. ഓക്കെ, ലാസ്റ്റ് വരെ ഇതുപോലെ ചെയ്യുക. അപ്പോൾ ഞാനിവിടെ ഫൈനൽ സ്റ്റിച്ച് എത്തിയിട്ടുണ്ട്. നമുക്ക് ലാസ്റ്റായിട്ട് ഇങ്ങോട്ട് നോക്കാം. യാൺ ഓവർ, ഇൻസേർട്ട്, പുൾ ത്രൂ ദ ലൂപ്പ്, യാൺ ഓവർ ഫസ്റ്റ് 2, യാൺ ഓവർ ലാസ്റ്റ് 2. സി, അതാണ് നമ്മുടെ ഡബിൾ ക്രോഷ. സോ നമുക്കിവിടെ 1 2 3 4 5 6 7 8 ഡബിൾ ക്രോഷ കിട്ടിയിട്ടുണ്ട്. നമ്മൾ 11 ചെയിൻ സ്റ്റിച്ചിലാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ 11 ചെയിൻ സ്റ്റിച്ചിൽ നമ്മൾ 3 ചെയിൻസ് ഇഗ്നോർ ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്തപ്പോൾ നമുക്ക് 8 ഡബിൾ ക്രോഷ കിട്ടിയിട്ടുണ്ട്. പ്ലസ് ഇത് ഒരു 3 ചെയിൻ സ്റ്റിച്ച് ഡബിൾ ക്രോഷ ആക്ട് ചെയ്യും. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു.